നമസ്കാരം. ഈ ചൈൽഡ് ഡെവലപ്മെൻറ്റ് എന്നതുകൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കുഞ്ഞുങ്ങളുടെ എല്ലാ ഡെവലപ്മെൻറ്റ്സും ഓരോ മാസവും നമ്മൾ നോക്കുന്നുണ്ട്. ജനിക്കുമ്പം മുതലുള്ള കാര്യങ്ങൾ അപ് ടു 1 ഇയർ വരെയെങ്കിലും നമ്മൾ നോക്കണം എന്നാണ്. അവരുടെ എല്ലാ മൈൽ സ്റ്റോൺസും, അതായത് ഗ്രോസ് മോട്ടോർ, ഫൈൻ മോട്ടോർ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കറക്റ്റാണോ, കറക്റ്റ് മന്തിലാണോ പോകുന്നതെന്ന് ചെക്ക് ചെയ്യുന്നതാണ് നമ്മൾ ഡെവലപ്മെൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിലേതെങ്കിലും ഡിലേ വന്നു കഴിഞ്ഞാൽ ഏത് ഏരിയയിലാണ് ഡിലേ എന്ന് വെച്ചാൽ അതിനുള്ള തെറാപ്പി അല്ലെങ്കിൽ എക്സസൈസ് കൊടുക്കും. അപ്പോൾ അതാണ് ഒരു ഡെവലപ്മെൻറ്റൽ തെറാപ്പിസ്റ്റ് ചെയ്യുന്നത്. ഈ ഡെവലപ്മെൻറ്റ് തെറാപ്പി എന്ന് പറയുമ്പോൾ പേരൻസിന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ആണോ അതോ കുട്ടികളെ കൺസൾട്ട് ചെയ്തിട്ട് ചെയ്യുന്നതാണോ? ഇപ്പോൾ ന്യൂ ബോൺസ് ആകുമ്പോഴത്തേക്കും നമുക്ക് പാരൻസിനാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പം സിറ്റിംഗ് ആയിട്ടില്ല 8 months ആയിട്ടും എങ്കിൽ പാരൻസിന് നമ്മൾ അതിനുള്ള എക്സസൈസ് പറഞ്ഞു കൊടുക്കും. അത് 1 monthനുള്ളിൽ അവർ അച്ചീവ് ചെയ്തിട്ട് വീട്ടിൽ പോയിട്ട് ആ പാരൻസ് എങ്ങനെ ചെയ്യുന്നു എന്നതും ഉണ്ട് ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം. അപ്പോൾ അവർ എത്രത്തോളം ആ എക്സസൈസ് ഡെയിലി ചെയ്യുന്നു അത്രത്തോളം ഇമ്പ്രൂവ്മെൻറ്റ് കുഞ്ഞിന് കണ്ടുവരുന്നുണ്ട്. കുഞ്ഞിന് ഇപ്പോൾ ഈ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു ന്യൂ ബോൺ ബേബി ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ എത്ര നാളത്തേക്ക് എന്തൊക്കെ പ്രോസസ്സാണ് ശ്രദ്ധിക്കേണ്ടത്? ഓക്കെ, അപ്പം ഇപ്പോൾ ജനിച്ച് കഴിയുമ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് ഒരു ബേബി മസാജിങ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. ഫീഡിങ് തൊട്ടുണ്ടല്ലോ, ജനിച്ച ഉടനെ ഫീഡിങ് തൊട്ട് അത് എത്ര സമയം കുടിക്കുന്നു, എത്ര ക്വാണ്ടിറ്റി? ഇപ്പോൾ ആദ്യമൊക്കെ ന്യൂ ബോൺസ് നല്ല ഉറക്കമായിരിക്കും. അപ്പം നമ്മൾ സ്ട്രിക്ട്ലി ആയിട്ട് അവരോട് പറയുന്നത് ഒരു 2 to 3 hours കുഞ്ഞിനെ ഉണർത്തി ഫീഡ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എത്രത്തോളം ഫീഡിങ്, ബ്രസ്റ്റ് ഫീഡിങ്ങിൽ നമുക്ക് യാതൊരു വിധ പ്രോബ്ലംസും ഇല്ല, ഡൈജഷൻ പ്രശ്നം അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ എത്രത്തോളം ഫീഡിങ് കൂടുതലിരിക്കുമോ അത്രത്തോളം വെയിറ്റ് ഗെയിൻ വരും. വെയിറ്റ് ലോസ്, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഉള്ള വെയിറ്റ് എത്രയാണ് എന്നുള്ളത് പാരൻസ് കൃത്യമായിട്ട് തന്നെ അവർ അറിഞ്ഞിരിക്കണം. അത് കഴിഞ്ഞിട്ട് ഉള്ള ഓരോ ഡേയിലും 30 grams വെച്ചിട്ട് കുഞ്ഞിന് വെയിറ്റ് കൂടണം. അപ്പോൾ ആ ഒരു ഫീഡിങ് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ ഈ ഡിസ്ചാർജ് ആകുമ്പോൾ ഉള്ള വെയിറ്റ് ലോസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതിനോടൊപ്പം തന്നെ കുഞ്ഞിന് ഡീഹൈഡ്രേഷൻ അങ്ങനത്തെ വേറെ പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസസും ഉണ്ടാവും. നെക്സ്റ്റ് നമുക്കൊരു ബേബി മസാജിങ് ആണ്. അതിപ്പോൾ പണ്ട് ഉള്ള ആൾക്കാർ ചെയ്യുന്നതാണെന്ന് നമ്മൾ അതെ. പക്ഷേ നമ്മൾ പറയുമ്പോൾ അതിൽ കുറച്ചൊരു വ്യത്യാസമുണ്ട് ആ രീതിയും ഒക്കെ. ഇപ്പോൾ അത്രയ്ക്ക് റഫായിട്ട് നമ്മൾ പിടിക്കാൻ പാടില്ല, കാരണം ന്യൂ ബോൺസിൻ്റെ സ്കിൻ എന്ന് പറയുന്നത് ഭയങ്കര തിന്നാണ്, സോഫ്റ്റാണ്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു മസാജിങ് ആണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അതിൽ ഓരോ പൊസിഷൻസ് ഉണ്ട്. ആ ഒരു രീതിയിലാണ് കുഞ്ഞിൻ്റെ ദേഹത്ത് ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള മസാജിങ്ങും കാര്യങ്ങളും. പിന്നെ നമുക്ക് എണ്ണ തേക്കണം അങ്ങനെ ഒരു നിർബന്ധവും ഇല്ല, വേണമെങ്കിൽ എണ്ണ തേച്ചാൽ മതി, അത് അവരുടെ ഇഷ്ടമാണ്. അല്ലെങ്കിൽ നമ്മൾ പ്രധാനം അതിൻ്റെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് കുഞ്ഞിന് നമ്മുടെ ചൂട് കൊടുക്കുന്നത് അതാണ്. അപ്പം നമ്മുടെ കൈ രണ്ടും ഒന്ന് റബ്ബ് ചെയ്തതിന് ശേഷം കുഞ്ഞിനെ ഒന്ന് മസാജ് ചെയ്തെടുക്കുക. മസാജ് ചെയ്യുന്ന രീതിയും ഡിഫറെൻ്റ് ആണ്. സ്ലോലി ജെൻലി ആയിട്ട് വേണം പിടിക്കാൻ. ഇപ്പോൾ കാലൊക്കെ ചെയ്യുമ്പോഴാണെങ്കിലും എനിക്ക് തോന്നുന്നു ഭയങ്കര ഹാർഡായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോഴേ അതൊരു ബാഡായിട്ടാണ് അവർക്ക് ഇമ്പാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്ലോലി സോഫ്റ്റായിട്ട് ചെയ്യുക. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കാം. അത്രത്തോളം കുഞ്ഞുങ്ങളുടെ ദേഹത്ത് ബ്ലഡ് സർക്കുലേഷൻ കൂടാനുള്ള ചാൻസസും കൂടുതലായിട്ട് വരും. ഈ ചെയ്യുന്ന ടൈം ഉണ്ടോ? മറ്റേത് കുളിപ്പിക്കുന്നതിന് മുമ്പാണ് ഇവർ ചെയ്യാറ്, അല്ലാത്ത സമയമൊന്നും ചെയ്യാറില്ല. അപ്പോൾ ഇത് എത്ര സമയം എടുത്തിട്ടാണ് ചെയ്യുന്നത്? ഇതിപ്പോൾ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ടൈം ഇല്ല, എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇപ്പോൾ ചില മിനിമം ഇത്ര സമയം ചെയ്യണമെന്നുണ്ടോ? നമ്മൾ ആ ഒരു ടോട്ടൽ ഒരു മസാജ് വരുന്ന ഒരു 5 minutes ആണ്. അപ്പോൾ അത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് എനി ടൈം ചെയ്ത് കൊടുക്കാം. പിന്നെ ചിലപ്പോൾ കുഞ്ഞുങ്ങൾ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഉറങ്ങിപ്പോകും. അപ്പോൾ നമ്മളൊന്ന് ഉണർത്തിയെടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു മസാജ് ചെയ്തോട്ട് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ ആ ഫീഡിങ് ഒരു ബ്രേക്ക് വരത്തില്ല. ഈ ഒരു മസാജ് ചെയ്യുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾ ഓട്ടോമാറ്റിക്കലി ഉണരും, കാരണം അവരുടെ ബോഡിയിൽ ഒരു ചൂട് കിട്ടും. അപ്പോൾ ആ ഒരു രീതി വരുമ്പോൾ ഉണർന്നോളും. ആ സമയത്ത് ഫീഡിങ്ങും കറക്റ്റായിട്ട് ചെയ്തു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അല്ല, ഈ ചെയ്യുന്ന സമയത്ത് ഇവരൊരു മൂക്ക് ചപ്പിപ്പോവും എന്നുള്ള മിഥ്യാധാരണ വെച്ചിട്ടൊക്കെയല്ലേ ഈ സാധനം ചെയ്യുന്നത്? അല്ല, അതിലെത്രത്തോളം വാസ്തവമുണ്ട്? ഇല്ല, അതിപ്പം പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ ചെയ്തു കൊടുക്കും മസാജ് പണ്ടത്തെ ആൾക്കാർ ചെയ്തു കൊടുക്കുന്ന രീതിയല്ല. അപ്പോൾ എന്നോട് ചൂട് മൂക്ക് അങ്ങനെയല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട് പലവരും. അപ്പോൾ ഞാൻ പറയുന്ന ഇതാണ്, ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഉള്ള ആ ഒരു ഫീച്ചേഴ്സ് അത് കുഞ്ഞിന് കിട്ടിയിരിക്കും. അതിപ്പോൾ നമ്മൾ മൂക്ക് ചെയ്തു കൊടുത്താലും ഇല്ലെങ്കിലും ആ ഒരു ഫീച്ചർ തന്നെയാണ് കുഞ്ഞിന് വരുന്നത്. അപ്പോൾ അതിപ്പോഴും പല ആൾക്കാർക്കും അതൊരു വിശ്വസിക്കാൻ, അല്ലെങ്കിൽ അത് അങ്ങനെ അല്ല, നമ്മൾ അത് ചെയ്തു കൊടുത്താലേ മൂക്ക് നീണ്ടു വരുള്ളൂ,
ഇപ്പം ചെയ്താലും ഇല്ലേലും അമ്മയുടെ അച്ഛൻ്റെ മൂക്കേ കുഞ്ഞിന് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ഒരു മസാജ് ചെയ്തു കൊടുക്കും നമ്മൾ ആ മൂക്ക് നീണ്ട് എടുക്കാനോ അതിന് വേണ്ടിയിട്ടല്ല. പിന്നെ അതുപോലെ തന്നെ ചെവിയിൽ ഊതി കൊടുക്കുന്നത്, അതുപോലെ പൊക്കിളിൽ ഊതി കൊടുക്കുക, അങ്ങനത്തെ പഴയ കാലത്ത് രീതികളുണ്ട്. അപ്പോൾ ഇപ്പോൾ ചിലപ്പോൾ ഇത് പഴയ ആൾക്കാർ കേൾക്കുവാണെങ്കിൽ എനിക്ക് ചിലപ്പോൾ ചീത്ത പറയുമായിരിക്കും. എന്നാലും നമ്മൾ ഇപ്പോഴത്തെ ഇതിൽ നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഇപ്പോൾ നമ്മളത് ചെയ്തു കൊടുക്കുന്ന ഒരു തെറ്റായ ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ സയൻറ്റിഫിക്കലി അതിൽ കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ഊതുന്നത്, അഥവാ വെള്ളം ഇരുന്ന് ഇപ്പം നമ്മളൊന്ന് നോക്കിയാൽ അറിയാം, നമ്മുടെ ചെവിയിൽ ഇവിടെ വെള്ളം ഇരുന്ന് ഊതിയാൽ വെള്ളം അകത്തോട്ടാണ് പോകുന്നത്, പുറത്തോട്ടല്ല. അപ്പോൾ അതിനെക്കാട്ടി നല്ലത് ചെറിയൊരു കോട്ടൺ തുണി ഉണ്ടെങ്കിൽ അതൊന്ന് റബ്ബ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ പൊക്കിൻ്റെ അവിടെ റബ്ബ് ചെയ്തെടുക്കുക. അങ്ങനെയാണ് അവർ ചെയ്യുന്ന തെറ്റായിട്ടൊരു സംഭവം ഞാൻ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ നെറുകയിലല്ലേ, നെറുകയിൽ ഭയങ്കര ഹാർഡായിട്ട് അവർ റബ്ബ് ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര അപകടം. അതും പറയാറുണ്ട്. അതും ഈ ഹെഡ് മസാജ് ചെയ്യുമ്പോഴാണ് അവർ പിന്നെ കുളിപ്പിച്ചതിന് ശേഷവും അതുപോലെ തന്നെ തല തോർത്തുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ അതും അവർ ചെയ്യുന്നത് ഭയങ്കര ഹാർഡാണ്. അപ്പോൾ അങ്ങനെയും നമ്മൾ ചെയ്യാൻ പാടില്ല. കാരണം ഇവിടെ ഉള്ള കുഞ്ഞിൻ്റെ സ്കിൻ എന്ന് പറയുന്നത് ഭയങ്കര സോഫ്റ്റാണ്. അപ്പോൾ അത് ആ ഫ്ലാപ്പ് അടഞ്ഞിട്ടില്ല. അപ്പോൾ അതിന് കുറച്ച് ടൈമുണ്ട്. അപ്പോൾ അത് കൂടുതലും അതിനെക്കുറിച്ച് അറിയാത്ത ഒരു രീതി വരുമ്പോഴാണ് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ആ ഒരു തെറ്റായ രീതിയിൽ പോകുന്നത്. അപ്പം അങ്ങനെയും നമുക്കൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. ഡോക്ടേഴ്സ് പോലും പറയുന്നത് അത് തന്നെയാണ്. പിന്നെ ഇതുപോലെ മസാജ് ചെയ്താൽ ഇപ്പം ചില കുട്ടികളുടെ കാല് ചിലപ്പം കുറച്ച് തടിയുള്ള അമ്മമാരൊക്കെ ഈ തോളത്ത് കുട്ടി എടുക്കുന്ന സമയത്ത് അവരുടെ കാല് കുറച്ച് ബെൻഡായിരിക്കുന്ന ഒരു സാധനം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ മസാജ് കൊണ്ട് മാറുന്ന സംഗതിയാണ്. നമ്മൾ ഈ മസാജിങ് പറയുമ്പോൾ തന്നെ കാലിൻ്റെ പറയും, അത് ഒരു പൊസിഷനുണ്ട്. കാല് നമ്മൾ ചെയ്യുമ്പോൾ റൈറ്റ് ടു ലെഫ്റ്റ് ആണ്, ലെഫ്റ്റ് ടു റൈറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ റൈറ്റ് ടു ലെഫ്റ്റ് തന്നെ ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ കുറച്ചുകൂടെ കുഞ്ഞ് ഹൈറ്റ് അങ്ങനത്തെ കാര്യങ്ങളിലോട്ട് എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി കാലും ഒക്കെ നൂന്നു. അവരുടെ ഡെവലപ്മെൻറ്റ് വളരും തോറും അവരുടെ ബോഡി ലാംഗ്വേജും അതിൻ്റേതായ ഡിഫറൻസിൽ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് ഒരു ബെൻഡിങ്, നല്ലൊരു ബെൻഡിങ് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഓർത്തോ അങ്ങനത്തെ കാര്യങ്ങൾ അത് പീഡിയാട്രിഷ്യനോട്ട് കൺസൾട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ നമ്മളത് കൊടുക്കുക. ചില കുഞ്ഞുങ്ങൾക്ക് അത് ഓട്ടോമാറ്റിക്കലി ഒരു കുറച്ച് മന്ത് കഴിയുമ്പം ചേഞ്ച് വരാറുണ്ട്. അല്ലാത്തവർക്കും പീഡിയാട്രിഷ്യനെ കണ്ടിട്ട് ഓർത്തോ ഒപ്പീനിയൻ വേണമെങ്കിൽ എടുക്കാം. പിന്നെ അതുപോലെ ഫ്ലാറ്റ് ഫുട്ട് ഒരു പ്രശ്നം കുട്ടികൾക്ക് പ്രധാനമായിട്ട് വരുന്നൊരു സംഭവമാണ്. അപ്പോൾ അത് ഫ്യൂച്ചറിലോട്ട് അവർക്ക് ഒരുപാട് പ്രശ്നം വരുമെന്ന് പറഞ്ഞിട്ട് അത് ഈ മസാജുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇപ്പം കൂടുതലും നമുക്ക് ഫ്ലാറ്റ് ഫുട്ട് കാണുന്നത് പ്രീടേം ബേബീസിനാണ്. മാസം തികയാണ്ട് പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളിൽ നമുക്ക് കൂടുതലായിട്ട് ഫ്ലാറ്റ് ഫുട്ട് കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഡെവലപ്മെൻറ്റ് വൈസിട്ട് അവർക്ക് വ്യത്യാസം അല്ലെങ്കിൽ ഒരു ചേഞ്ച് ഒന്നും ഇല്ല. പക്ഷേ ചിലപ്പോൾ കുഞ്ഞുങ്ങൾ ഓടുമ്പോൾ വീഴാറുണ്ട്. അത് പക്ഷെ നമ്മൾ കുറച്ചൊരു എക്സസൈസും കാര്യങ്ങളും ചെയ്ത് കൊടുത്ത് തന്നെ ഫ്ലാറ്റ് ഫുട്ട് തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് മാറ്റാം. ഡിലേ വരും, ചെറുതായിട്ട് ഡിലേ വരും. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ ആദ്യം മുതൽ തന്നെ 1 ഇയർ വരെ ഒരു കറക്റ്റ് ഡെവലപ്മെൻറ്റ് ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി നമ്മൾ നോക്കും. ഫ്ലാറ്റ് ഫുട്ട് ആണെങ്കിൽ അതിനുള്ള തെറാപ്പി. അപ്പോൾ ഈ ഡിലേ എന്നുള്ളൊരു സംഭവം അവിടെ വരുന്നില്ല. നമുക്ക് കറക്റ്റ് ഒരു 1 ഇയർ ഒരു കുഞ്ഞ് നടക്കുവാണെങ്കിൽ പ്രീടൈം ബേബീസ് അല്ലെങ്കിൽ ഫ്ലാറ്റ് ഫുട്ട് ഉള്ള കുട്ടികൾക്കും നമുക്ക് 1 ഇയറിൽ നടത്തിക്കാം. അതിന് വേണ്ടിയിട്ടുള്ള തെറാപ്പി തന്നെ നമ്മളൊരു ജസ്റ്റ് അവർ പിടിച്ചെണീറ്റ് നിൽക്കുന്ന ടൈം തൊട്ട് തന്നെ നമ്മൾ കൊടുക്കും. അപ്പോൾ ആ ഒരു ഡിലേ എന്നുള്ളൊരു കാര്യം വരുന്നില്ല. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു ഫോളോ അപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് വളരെയധികം നന്നായിരിക്കും. ഇപ്പോൾ ഫിസിക്കലി നോക്കുകയാണെങ്കിൽ ഒരു കുട്ടി ഏതൊക്കെ സ്റ്റേജിൽ ഏതൊക്കെ മന്തിലാണ് ഇവർ നടന്നു തുടങ്ങുക അല്ലെങ്കിൽ ഇഴഞ്ഞു തുടങ്ങേണ്ടത്, കമന്നു തുടങ്ങേണ്ടത്, നടന്നു തുടങ്ങേണ്ടത് നോർമലി അതിലെപ്പോഴാണ് ഡിലേ ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്? ഓക്കെ, ഒന്ന് നമുക്ക് ഇപ്പോൾ ഒരു മേജർ മൈൽ സ്റ്റോൺസ് എന്ന് പറയുന്നത് 2 months ആകുമ്പോൾ സോഷ്യൽ സ്മൈൽ, അതായത് കുഞ്ഞ് നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ചിരിക്കണം. 4 months ആകുമ്പോൾ ഹെഡ് കൺട്രോൾ, അവരുടെ കഴുത്ത് നന്നായിട്ട് ഉറച്ചിരിക്കുന്ന ടൈം 4 monthsലാണ്. 8ലാണ് അവർ തനിയെ എണീറ്റിരിക്കുന്നത്. അപ്പോൾ ഒരു 6, 7 ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇരുത്തിയാൽ അല്ലെങ്കിൽ ആളുടെ കുഞ്ഞിൻ്റെ കൈ തന്നെ നിലത്ത് കുത്തി ഇരുത്തിയാൽ കുഞ്ഞ് തനിയെ ഇരിക്കും. പക്ഷേ മീൻസ് വിത്തൗട്ട് സപ്പോർട്ടിലിരിക്കും. തനിയെ എണീറ്റിരിക്കുന്നത് നമ്മളൊരു 8 monthsലൊക്കെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 12 months ആകുമ്പോൾ കുഞ്ഞ് ജസ്റ്റ് ഒന്ന് എണീക്കും, 1-2 സ്റ്റെപ്പ് മുന്നോട്ട് വെക്കും. അതാണ് ഒരു മേജർ മൈൽ സ്റ്റോൺസ്. ഈ ഒരു മൈൽ സ്റ്റോൺസ് മാത്രം നമ്മൾ മനസ്സിൽ അത് വെക്കണം. പക്ഷേ 1-2 മാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിലേ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ പേടിക്കുകയോ അല്ലെങ്കിൽ ടെൻഷൻ ആവുകയോ പാടില്ല. കാരണം ഇപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന പാരൻസ് പറയും, ഇപ്പോൾ 8 months ആയിട്ടും എൻ്റെ കുഞ്ഞ് ഇരുന്നിട്ടില്ല, അപ്പുറത്തെ വീട്ടിലെ കുഞ്ഞ് 8 മാസമാണ്, അവനിപ്പോഴും
എണീറ്റിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കമ്പാരിസൺ വളരെയധികം തെറ്റാണ്. ഓരോ കുഞ്ഞുങ്ങൾക്കും ഓരോ രീതിയിലാണ് അവരുടെ ഡെവലപ്മെൻറ്റ്സ് പോകുന്നത്. നമുക്കൊരു ഡിലേ എന്ന് പറയുന്നത് ഒരു 3 months വരെ, ഇപ്പം 8 മാസത്തിൽ സെൽഫ് സിറ്റിംഗ് കുഞ്ഞിന് അറ്റൻഡ് ആയിട്ടില്ല എങ്കിൽ അതൊരു 10-11 monthsലായിരുന്നാലും കുഴപ്പമില്ല. കുഞ്ഞുങ്ങൾ ഇപ്പോൾ WHO അവർ റിസർച്ച് ചെയ്തിട്ട് കുറേ കാര്യങ്ങൾ ഇത്ര മന്ത് വരെ നമുക്ക് ഡിലേ വരാം എന്നുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ക്രോളിങ്ങിൽ തന്നെ ചില കുഞ്ഞുങ്ങൾ കമന്ന് കഴിഞ്ഞിട്ട് ക്രോളിങ് സ്കിപ്പ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അവർ സെൽഫ് സിറ്റിംഗ് വന്നതിന് ശേഷം മാത്രമേ ഇഴഞ്ഞു പോകത്തുള്ളൂ 4 കാലിൽ. അപ്പോൾ അതിലും നമ്മൾ ആ ഒരു വിഷമിക്കേണ്ട കാര്യമോ അല്ലെങ്കിൽ ആ ഒരു കമ്പാരിസൻ്റെ ആ ഒരു പാനിക് ആവേണ്ട കാര്യമൊന്നും ഇല്ല എന്നുള്ളതാണ് സത്യം. ഇത് ഈ ജെൻഡർ വൈസ് ഒരു ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ പറയുന്നത് ആൺകുട്ടികൾ കുറച്ച് ഡിലേ ആയിരിക്കും എല്ലാ കാര്യത്തിനും, പെൺകുട്ടികൾ കുറച്ച് വേഗം ചെയ്യും എന്ന് പറയാറുണ്ട്. അതിൽ വാസ്തവം എത്രത്തോളം ഉണ്ട്? ഇല്ല, അതും ഇതുപോലെ തന്നെ ഡിപ്പെൻഡ്സ് അപ്പോൺ അവൻ്റെ ഡെവലപ്മെൻറ്റ്, അവൻ്റെ ജീന്. അത് അപ്പോൾ ഇപ്പോൾ ഒരു വീട്ടിൽ തന്നെ 2 കുട്ടികളുണ്ട്. അപ്പോൾ ആ ആദ്യത്തെ കുഞ്ഞ് ചെയ്യുന്ന രീതി ആയിരിക്കത്തില്ല രണ്ടാമത്തെ കുഞ്ഞ് ചെയ്യുന്നതും. അതുപോലെ തന്നെ ജെൻഡർ വൈസ് ആയിരുന്നാലും നമ്മൾ ആ ജനറ്റിക് പരമായിട്ടുള്ള ആ ഒരു ഡിഫറൻസിലുള്ള ചേഞ്ചസ് വരും, അത്രയേ ഉള്ളൂ. അത് അവർക്കൊരു വലിയ ഡിലേ അല്ലെങ്കിൽ ഒത്തിരി നാൾ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ഇത് വന്ന് എന്തെങ്കിലും കുഞ്ഞിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കൊരു ഡിലേ എന്ന് പറയാൻ പറ്റുന്നുള്ളൂ. അല്ലെങ്കിൽ ഒരു 2-3 months ഒക്കെ ഒരു ഡെവലപ്മെൻറ്റ് ഡിലേ വരുന്നതിൽ വളരെയധികം പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ പേടിക്കേണ്ട സാഹചര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് വെച്ചാൽ, ഇപ്പോൾ കുഞ്ഞുങ്ങൾ സംസാരിച്ച് തുടങ്ങിയില്ല എന്നുള്ളത് നമുക്കിപ്പം വലിയൊരു കൺസേൺ ആണ്. അപ്പോൾ അതിൽ നമ്മൾ ചോദിച്ചു വരുമ്പോൾ അവർ മിക്കവരും ഒരു മൊബൈൽ അഡിക്ഷൻ അതിലോട്ട് പോകുന്ന ഒരു രീതിയായിരിക്കും കണ്ടുവരുന്നത്. കാരണം ഫുഡ് കൊടുക്കാൻ നേരത്ത് മൊബൈൽ കാണിക്കുന്നു, അങ്ങനെ ഒരു ശീലം ഇപ്പം നമുക്ക് ഈയിടെയായിട്ട് ഒരു ട്രെൻഡായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ടൈമിൽ നമുക്ക് കൃത്യമായിട്ടുള്ള സ്പീച്ച് ഇപ്പോൾ കുഞ്ഞ് പറയുന്നുണ്ടോ എന്നുള്ളത്, സ്പീച്ച് ആണെങ്കിൽ ഏത് ഡെവലപ്മെൻറ്റ് ആയിരുന്നാലും കറക്റ്റ് ടൈമിന് അല്ലെങ്കിൽ 1-2 മാസം കഴിഞ്ഞിട്ടും അവൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് ഒരു കൺസേൺ ആയിട്ട് എടുക്കേണ്ടതാണ്. അതിപ്പോൾ ഒരു 10-11 months ആയിട്ടുള്ള ഒരു കുഞ്ഞൊക്കെ ജസ്റ്റ് 1 word അല്ലെങ്കിൽ അമ്മ ഒരു വേർഡെങ്കിലും പറഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ഒരു 12 months വരെ നമുക്കൊരു ടൈം കൊടുക്കാം. അത് കഴിഞ്ഞിട്ടും അറ്റ്ലീസ്റ്റ് 1 word എങ്കിലും പറഞ്ഞില്ല, അവൻ പോയിൻറ്റിങ് ചെയ്യുന്നില്ല, അപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതൊരു കൺസേൺ ആണ്. അതെന്തുകൊണ്ടാണെന്നുള്ളത് നമ്മളത് നോക്കേണ്ടതും അത്യാവശ്യമാണ്. അതുപോലെ ഈ മൊബൈൽ കാണിക്കുന്ന കുട്ടികൾക്ക് ഒരു ഹിയറിംഗ് പ്രോബ്ലം ആണെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്നു. കാരണം അവൻ പുറത്തുള്ള സംഭവങ്ങൾ കുറച്ച് ഡിലേ കേൾക്കുന്നതൊക്കെ ഒരുപാട് അതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് കേൾക്കാത്തതെന്ന് പറയുന്നത്. പക്ഷേ ഇത് ഹിയറിംഗ് പ്രോബ്ലമായിട്ട് തെറ്റിദ്ധരിച്ചിട്ട് പല മാതാപിതാക്കളും വിഷമിക്കുന്നുണ്ടെന്ന് പറയുന്നത് സത്യമാണ്. കാരണം ഈ മൊബൈൽ കൊടുക്കുന്ന കുഞ്ഞുങ്ങളിൽ അവർ മെയിൻലി വരുന്ന ഒരു ഹിയറിംഗ് ലോസ് എന്ന് പറയുന്നത് സൗണ്ട് ഫ്രീക്വൻസിയിൽ എത്ര ഫ്രീക്വൻസിയിൽ കേൾക്കുന്നു ആ ഒരു ഫ്രീക്വൻസിയുടെ ആ ഒരു മോഡുലേഷനിൽ ഡിഫറൻസ് വരുമ്പോഴുള്ള സംഭവമാണ് വരുന്നത്. അപ്പം ഹിയറിംഗ് ലോസ് നമുക്ക് നേരത്തെ തന്നെ കണ്ടുപിടിക്കാം. അതായത് ഇപ്പം നമ്മൾ വിളിക്കുമ്പോൾ കുഞ്ഞ് നമ്മളെ നോക്കുക, അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ഇമിറ്റേറ്റ് ചെയ്താൽ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്താൽ തിരിച്ച് അതുപോലെ ഇമിറ്റേറ്റിംഗ് സൗണ്ട് തിരിച്ച് തരിക. അപ്പോൾ ഇതൊക്കെ ഹിയറിംഗ് പ്രോബ്ലം ഇല്ലെങ്കിൽ കുഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് അവൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ തന്നെ നമ്മളത് നോക്കണം. പിന്നെ മാത്രമല്ല, ഈ ഒരു മൊബൈൽ കൊടുക്കുന്ന ആ ഒരു പ്രവണത കഴിവതും ഒഴിവാക്കുക എന്നുള്ളതാണ് വേണ്ടത്. കാരണം അങ്ങനെ കൊടുക്കുന്ന കുഞ്ഞുങ്ങളിൽ ഈ പറയുന്ന പോലെ സ്പീച്ച് ഡിലേ വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. കാരണം അവൻ ആ പറയുന്ന ഒരു വേർഡ് പോലും പറയാനുള്ള ചാൻസ് ഇല്ല. മാത്രമല്ല, നമ്മൾ വിളിക്കുമ്പോൾ ശ്രദ്ധിക്കില്ല. അതെ, അവരുടെ ആ ഒരു ലോകത്താണ്, ആ മൊബൈലുമായിട്ടുള്ള ലോകത്തായിരിക്കും അവർ ഇരിക്കുന്നത്. പിന്നെ മാത്രമല്ല, നമ്മളിപ്പോൾ വിളിക്കുവാണെങ്കിൽ അവൻ നോക്കത്തില്ല, കാരണം അവൻ ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ പാരൻസ് വിചാരിക്കുന്നത് അവന് ഹിയറിംഗ് പ്രോബ്ലം ആണ് എന്നുള്ളതാണ്. പക്ഷേ ഹിയറിംഗ് പ്രോബ്ലം ആക്ച്വലി ആ കുട്ടിക്ക് ഉണ്ടാവില്ല. കാരണം ഇന്നറ്റൻഷൻ്റെ പ്രശ്നം കൊണ്ടിട്ടായിരിക്കും അത് തിരിച്ചറിയാനും പാടില്ല. അതെ, ഇന്നറ്റൻഷൻ കൊണ്ടിട്ടും ചില കുഞ്ഞുങ്ങളെ നോക്കത്തില്ല, നമ്മൾ പേര് വിളിച്ചാൽ റെസ്പോണ്ട് ചെയ്യില്ല. അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ ഈ മൊബൈൽ ഫോൺ കൂടുതൽ യൂസ് ചെയ്യുന്ന കുഞ്ഞുങ്ങളിൽ ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. ഈ മൊബൈലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ ഐ പ്രോബ്ലംസ് അതുകൊണ്ട് ഉണ്ടാവാറുണ്ടോ? തീർച്ചയായിട്ടും. കണ്ണിൽ ഇപ്പം കുഞ്ഞു കുട്ടികൾ സ്പെക്സ് വെക്കുന്നവരുണ്ട്, ഇപ്പം 5-6 വയസ്സുള്ള കുട്ടികൾ. കാരണം അവർ ആ ഒരു 2-3 years മുതലേ മൊബൈൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ അത് മാറ്റിയെടുക്കാൻ പാരൻസിന് പറ്റുന്നില്ല. കാരണം അത്രയ്ക്ക് അഡിക്റ്റഡായി. അത് കൊടുത്തില്ലെങ്കിൽ കുഞ്ഞുങ്ങൾ പിടിവാശി കാണിക്കുക, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളിലേക്ക് പോകുന്ന ടൈമിൽ പാരൻസ് അവരെ ഒന്ന് അടക്കിയിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അതും ഒരു കളിപ്പാട്ടം എന്ന പോലെ കൊടുക്കും. അപ്പോൾ അതും കുഞ്ഞുങ്ങളുടെ വിഷ്വൽ മാത്രമല്ല
മൊത്തത്തിൽ ആ കുട്ടിയുടെ ബിഹേവിയറിൽ തന്നെ ഇഷ്യൂസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അല്ല, അത് എന്തുകൊണ്ട് സംഭവിക്കുന്നത്, ഇപ്പോൾ ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റത്തിൽ ജീവിക്കുമ്പോൾ ഇവർക്ക് വേറെ ആരും ഇല്ല, കുഞ്ഞേ ഉള്ളൂ, അമ്മയ്ക്ക് അടുക്കളയിൽ ജോലി ചെയ്യണം അല്ലെങ്കിൽ അമ്മയ്ക്ക് വീട്ടിൽ എന്തെങ്കിലും ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവനെ ഒന്ന് വെറുതെ ഇരിക്കുക, അല്ല ആ കുട്ടിയെ ഒന്ന് കുറച്ച് നേരത്തേക്ക് മിണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ കൊടുക്കുന്നതാണ് ഈ മൊബൈൽ. അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ പണ്ട് അമ്മൂമ്മമാരൊക്കെ പുറത്തോട്ട് കൊണ്ടുപോയി ഫുഡ് കൊടുക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനുള്ള സാഹചര്യമില്ല. ഇപ്പം മെട്രോ സിറ്റിയിലൊക്കെ താമസിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യമില്ല. അപ്പോൾ അവർ കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് താമസിക്കുമ്പം അവർക്ക് സ്വാഭാവികമായിട്ടും ഒരേ ഒരു മാർഗം ചെയ്യാനുള്ളത് ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതല്ലാതെ നമുക്ക് എങ്ങനെ ഈ ഫുഡ് കൊടുക്കാനോ അല്ലെങ്കിൽ ഇവരെ അടക്കിയിരുത്താനോ ഈ ഒരമ്മ അല്ലെങ്കിൽ അച്ഛൻ മാത്രമുള്ളൊരു കുടുംബത്തിന് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും? ഇപ്പം ഇവർക്ക് ഇപ്പം പറഞ്ഞ പോലെ പണ്ട് കാലത്ത് ഈ മൊബൈൽ ഫോൺ ഈ വക ഗാഡ്ജറ്റ്സ് ഒന്നുമില്ല. അപ്പം അവർ ജസ്റ്റ് പുറത്തിറങ്ങിയിട്ട് അല്ലെങ്കിൽ ഓരോന്നും കാണിച്ചു കൊടുത്ത് വെർബൽ കമ്മ്യൂണിക്കേഷൻ കൂടുതൽ അവരുടെ ഉണ്ട്. ഇപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവർ പറഞ്ഞു കൊടുത്താണ് ചെയ്യിക്കുന്നത്. അപ്പം നമുക്ക് ഇപ്പം ഉള്ള ഒരു ന്യൂക്ലിയർ ഫാമിലി ആണെന്ന് നമുക്ക് ഇവർക്ക് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് കൊടുക്കാം, ഫ്ലാഷ് കാർഡുകൾ മേടിച്ചു കൊടുക്കാം, അതിലുള്ള പിക്ചേഴ്സുകൾ കാണിച്ചു കൊടുക്കാം. ഇതെല്ലാം വെർബലി കൂടി നമുക്ക് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം. ഇപ്പം എന്ത് കാര്യം അമ്മ അടുക്കളയിലാണ് നിൽക്കുന്നതെങ്കിൽ കുഞ്ഞിനെയും കൂടെ ഇരുത്തുക, അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കുഞ്ഞിനെയും കൂടെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അതുവഴി അവർക്കുള്ള ആ കമ്മ്യൂണിക്കേഷൻ കൂടുതൽ കൂടുകയും അതുപോലെ തന്നെ ആ ബോണ്ടിങ് കൂടാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. പിന്നെ ഈ ഒരു മൊബൈൽ കൊടുത്ത് ഫുഡ് കൊടുക്കുന്നത് അത് 1-2 ദിവസം കുട്ടികൾ ചിലപ്പം ആ ഒരു കിട്ടിയില്ല എന്നുള്ള ഇച്ചിരി വാശി പിടിച്ചിരിക്കും. പക്ഷെ ഓട്ടോമാറ്റിക്കലി അവർ ചേഞ്ച് ആവും. അപ്പം നമ്മൾ അത് ശീലിപ്പിക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടത്. അല്ല, ഇതിനകത്ത് ഈ മൊബൈൽ കൊടുത്ത് ഫുഡ് കൊടുക്കുമ്പോൾ അതിനകത്തൊരു അപകടം കൂടെ ഇല്ലേ? കാരണം അവൻ്റെ വിശപ്പിൻ്റെ അളവ് അവന് അറിയില്ല, അല്ലെങ്കിൽ കുറച്ച് കഴിക്കാൻ അല്ലെങ്കിൽ കൂടുതൽ കഴിക്കാനുള്ള സാധ്യത കൂടുതലല്ലേ? അതറിയില്ല. മാത്രമല്ല അതിൻ്റെ ടേസ്റ്റ്, ഇപ്പോൾ ഓരോ ഫുഡിനും ഓരോ ടേസ്റ്റ് ആണ്. ഇപ്പോൾ സോർ ടേസ്റ്റ് ഉണ്ട്, സ്വീറ്റ് ഉണ്ട്. അപ്പോൾ ഇവൻ കഴിക്കാൻ ഇപ്പോൾ പാരൻസിൻ്റെ ഉദ്ദേശം എങ്ങനെയെങ്കിലും കുഞ്ഞുങ്ങളെ വണ്ണം വെപ്പിച്ചെടുക്കുക, വെയിറ്റ് വെപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷേ അത് കുഞ്ഞുങ്ങളിൽ ഭയങ്കര അധികം ദോഷമാണ്. അവൻ കഴിക്കുന്ന എന്താണ് എന്നുള്ളത് അവന് അറിയില്ല. അത് മാത്രമല്ല ഡൈജഷൻ ഇഷ്യൂ അതുവഴി ഉണ്ടാവും. കാരണം ഇവർ കറക്റ്റ് ചൂ ചെയ്തിട്ടല്ല കഴിക്കുന്നത്. ചിലപ്പോൾ വിഴുങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ അവർ എത്ര കഴിക്കുന്നു അവർക്ക് അറിയില്ല. അമ്മ കൊടുക്കുന്നു, കഴിച്ചുകൊണ്ടിരിക്കുന്നു. അത് എന്ത് ടേസ്റ്റാണ് അല്ലെങ്കിൽ എന്ത് തരം ഫുഡാണെന്നുള്ള, സോളിഡ് ആണോ സെമി സോളിഡ്, അതും അവർക്കറിയില്ല. എന്തോ കഴിക്കുന്നു എന്നുള്ള ഒരു, അപ്പം ടോട്ടലി ബോഡിയിൽ തന്നെ ആ ഒരു ചേഞ്ചസ് മാറ്റങ്ങൾ വരാനുള്ള ചാൻസസ് ഉണ്ട്. നമുക്ക് ഏതൊക്കെ ഘട്ടത്തിലാണ് നമ്മൾ പേടിക്കേണ്ടി വരുന്നത്? ഇപ്പോൾ ഒരു കുട്ടി നോർമലി അവൻ ആക്റ്റീവ് അല്ലെന്നോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹിയറിംഗ് പ്രോബ്ലം, ഐ പ്രോബ്ലം, അല്ലെങ്കിൽ നടക്കാനുള്ള പ്രശ്നം, ഇതൊക്കെ നമ്മൾ ഏത് ഘട്ടത്തിലൊക്കെയാണ് നമ്മൾ കൺസൾട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നത് ഒരു സാധാരണ പേരൻസിനെ സംബന്ധിച്ചോളം? ഇപ്പോൾ നമുക്ക് ഈ ഡെവലപ്മെൻറ്റ്സിൽ വേറൊരു പ്രധാന കാര്യം നോക്കുന്നത് ആംഗിൾസ് ആണ്. അഡക്റ്റർ ആംഗിൾ, പൊപ്ലിറ്റൽ, അങ്ങനത്തെ ആംഗിൾസ് ഉണ്ട്. അതിൽ മസിൽ ടോൺസിൻ്റെ. അപ്പോൾ ആ ഒരു ടോണ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമുക്കൊരു റേഞ്ച് ഉണ്ട്. ആ റേഞ്ചിൽ ചിലപ്പോൾ എബോവ് ആവാം അല്ലെങ്കിൽ ബിലോ ആവാം. ഇത് രണ്ടും ആയാലും കുഞ്ഞുങ്ങൾക്ക് പ്രശ്നമാണ്. കാരണം അവർ എണീറ്റിരിക്കാനോ അല്ലെങ്കിൽ നടക്കാനോ ഉള്ള പ്രായത്തിൽ ഇത് ചെയ്തു എന്ന് വരത്തില്ല. കാരണം ഇപ്പോൾ ഭയങ്കരമായിട്ട് മസിൽ ടോൺ ലൂസുള്ള കുട്ടികൾക്ക് ചിലപ്പോൾ ആ ഒരു ടോൺ കാരണം അവർക്ക് ഫുൾ ലൂസിനായിരിക്കും. അതായത് നമ്മൾ കാല് പിടിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഫ്ലാപ്പി ആയിട്ട് പോകും. അപ്പം അങ്ങനത്തെ ഒരു കുഞ്ഞുങ്ങൾക്ക് തനിയെ എണീറ്റിരിക്കാനുള്ള, അതായത് 4 കാല് നിൽക്കാൻ ഇതൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ആ ടോണും ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. അപ്പം മസിൽ ടോണ് അങ്ങനെ ഒരു വീക്ക്നെസ് ഉണ്ട് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സ്പാസ്റ്റിക് ആണ് എന്നുണ്ടെങ്കിലും അവരുടെ ഡെവലപ്മെൻറ്റിൽ ഈ ഒരു ഡിലേ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കൊരു കൺസേൺ ആണ്. അതിൽ ഉടനെ തന്നെ നമ്മൾ അതിൻ്റേതായ തെറാപ്പി അല്ലെങ്കിൽ എക്സസൈസ് കൊടുത്ത് സ്പാസം ആണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് കൊണ്ടുവരിക, അല്ലെങ്കിൽ ടോൺ ഭയങ്കര ഫ്ലാപ്പി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ തെറാപ്പി ചെയ്തിട്ട് നമ്മൾ വീണ്ടും ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോണ് കറക്റ്റ് ചെയ്ത് കുട്ടികളിൽ കൊണ്ടുവരേണ്ടതാണ്.